ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 kg ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചേക്കാണ്. അതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാമേ. ഇവിടെ ഇപ്പോൾ മോൾക്കും കൂടെ കൊടുക്കേണ്ടതാണ്, എരിവ് കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫുൾ ലെമൺ സ്ക്വീസ് ചെയ്ത് അതിൻ്റെ നീരും കൂടെ ഫുൾ ഒഴിച്ച് കൊടുക്കണേ. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്യണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 30 മിനിറ്റത്തേക്ക് നമുക്കങ്ങ് മാറ്റി വയ്ക്കാമേ. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വലിയ കടായി എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കുക. ചൂടായതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ അതിനകത്തോട്ട് ഇടുക. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആ ബട്ടറിലോട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണേ. ഭയങ്കര ഫ്രൈ ചെയ്തെടുക്കണ്ട, അതായത് അത് നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. നമ്മൾ ആ എടുത്ത പീസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മൾ കുക്കിംഗ് ടൈം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെക്കണേ. അങ്ങനെ ബാക്കിയുള്ള പീസ് ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെക്കാമേ. എല്ലാ ചിക്കൻ പീസസും കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് കടായിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ആഡ് ചെയ്യണേ. ബട്ടർ ആഡ് ചെയ്ത് അത് നല്ല മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ചോപ്പ് ചെയ്ത് വെച്ച 2 ഓണിയൻ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണേ. ഓണിയൻ ആഡ് ചെയ്ത് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇടണേ. അതിനുശേഷം ഏകദേശം ഒരു 100 ഗ്രാം കാഷ്നട്ടും കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തു. പിന്നീട് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 3-4 തക്കാളിയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് പിന്നീട് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഏകദേശം ഒരു 2 മിനിറ്റ്സ് അത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് 2 കപ്പ് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്യണേ. ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല അടച്ച് കുക്ക് ചെയ്യാൻ വെക്കണേ. ഏകദേശം ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കണേ. നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചത് നല്ല തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. നമ്മൾ ഈ കുക്ക് ചെയ്യാൻ വെച്ച കടായിലോട്ട് തന്നെ 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചില്ലേ ആ പേസ്റ്റ്, അതിനകത്തോട്ടൊന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കണേ. ഒന്ന് ഇളക്കിയിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണേ. നല്ല തിള വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മാറ്റി വെച്ച ചിക്കൻ പീസുകളെല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്യാമേ. ആഡ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാമേ. ഏറ്റവും അവസാനം നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ എല്ലാം ആഡ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ ബട്ടറിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റുമേ. സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടെ ക്രീം ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.